ഈ ചടങ്ങിൽ നിയന്ത്രിക്കുന്ന ചന്ദ്ര സർ, വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ടവരെ, ഈ ചടങ്ങ് ഒരു കവർ പ്രകാശനം എന്ന് പറഞ്ഞാൽ ഒരുപാട് അർത്ഥതലങ്ങൾ. ഈ കവർ ഇങ്ങനെ കവറായി വരുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ചില അധ്യായങ്ങളൊക്കെ ഒരു വലതുവശത്ത് കാണുന്ന ഒരു ചിത്രം വെറുതെ നമ്മൾ ഗൂഗിളിൽ നിന്ന് തപ്പി ഡൗൺലോഡ് ചെയ്തെടുത്ത് വെച്ചതല്ല. ഇതിന്റെ പിന്നിൽ ഒരാൾ വല്ല നന്നായിട്ട് അധ്വാനിച്ചിട്ടുണ്ട്. ആ അധ്വാനിച്ച ആള് ജീവാനന്ദൻ എന്നാണ് പേര്. അതൊരു കൈയിലേക്ക്. അതേപോലെ ചില നിമിത്തങ്ങൾ ഉണ്ടാകുക എന്നുള്ളത് പ്രധാനമാണ്. നമ്മള് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെങ്കിൽ ഒരു കാരണം ഉണ്ടാവണം. ഇന്ന് ലോക വനിതാ ദിനമാണ്. എത്ര വനിതകളുടെ വനിതകളോട് പറഞ്ഞിട്ടൊന്നുമല്ല, പക്ഷേ നമ്മുടെ സമൂഹം അങ്ങനെ ആയിപ്പോയി. അപ്പൊ ഈ വനിതാ ദിനത്തിന് അതിൻ്റെതായിട്ടുള്ള പ്രസക്തി ഉണ്ട് എന്നുള്ളത് ഈ സെഷൻ കഴിഞ്ഞ ഉടനെ തന്നെ സംസാരിക്കുന്ന ആളുകളുടെ തന്നെ വാക്കുകളിൽ നിന്ന് നിങ്ങൾക്ക് ബോധ്യമില്ലെങ്കിൽ പോലും ഈ ചടങ്ങിന്റെ പ്രസക്തി എന്താണെന്നുള്ളത് അവിടെ ബോധ്യപ്പെടും. പിന്നെ ചില ജാടകളൊക്കെ ഉണ്ടെങ്കിൽ രക്ഷിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഈ ഇത്തരം ചില പരിപാടികളൊക്കെ നടത്തുന്നത് എനിക്ക് എഴുതി തുടങ്ങുമ്പോൾ വലിയ ധൈര്യമില്ല. കാരണം വെച്ചാൽ ഇപ്പോൾ ഈ സമൂഹത്തിൽ ഒരുപാട് വലിയ വലിയ എഴുത്തുകാർ വലിയ വലിയ ബിംബങ്ങളായിട്ട് വലിയ വലിയ മരങ്ങളായിട്ടൊക്കെ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇവിടെ ഇങ്ങനെ ഒരു രണ്ട് എലിയും ഒരു കൂമ്പുമായിട്ട് വരുന്ന ആള് എങ്ങനെയാണ് പിടിച്ചു നിൽക്കാനുള്ള ഭയങ്കര ഒരു പേടി. ഞാൻ ആ പേടിയിൽ ഞാനങ്ങനെ മറികടന്നതെന്ന് അറിയോ, ഒരു തിരിച്ചറിവ് ഉണ്ടായത് ഒരാളേക്ക് തിരിച്ചറിവ് ഉണ്ടാക്കി തന്നതാണ്. അതെങ്ങനെ വെച്ചാല് ഈ വൻമരങ്ങളുടെ ഇടയിലൊക്കെ കാട്ടിലാണെങ്കിലും അതിന്റെ താഴെ ചെറിയ ചെറിയ പുൽച്ചെടികള്, ചെറിയ മുൾച്ചെടികള്, ചെറിയ ഔഷധ ചെടികളൊക്കെ ഉണ്ടാവും. അവരും നിലനിൽക്കുന്നുണ്ട്. എന്തിനാ? ഈ വൻമരങ്ങളുടെ അപ്പുറത്തേക്ക് വളരണം കഴിയും എന്ന് ആഗ്രഹിച്ചിട്ടാണോ? അല്ല, അവരുടേതായിട്ടുള്ള ധർമ്മം അവർക്ക് മാത്രമേ നിർവഹിക്കാൻ കഴിയൂ. അപ്പൊ അതുകൊണ്ട് ഞാൻ എന്ന എഴുത്തുകാരന് എനിക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ എനിക്ക് മാത്രമേ ചെയ്യാൻ കഴിയുള്ളൂ. ആ തിരിച്ചറിവിൽ നിന്ന് വന്നുകൊണ്ടാണ് ഞാൻ ആ പേടിയെ മാറ്റിയെടുത്തത്. അപ്പോ ഈ മുമ്പൊക്കെ എന്ന് പറഞ്ഞാൽ വെച്ചാല് ഒരു എഴുത്തുകാരനാകണമെങ്കിൽ, ആൾക്കാർ അംഗീകരിക്കണമെങ്കിൽ, ഒന്ന് ഒരു ആൾക്കാരൊന്ന് അപ്രീഷിയേറ്റ് ചെയ്യണമെങ്കിലൊക്കെ വലിയ അധ്വാനം. അതായത് നമ്മുടെ സമൂഹത്തിൽ പ്രവർത്തിക്കുന്ന പത്രമാധ്യമങ്ങൾ, മാസികകൾ, ഇങ്ങനെയുള്ള ആളുടെ പത്രാധിപരന്മാരെ കാല് പോയി പിടിച്ചു ഒഴിഞ്ഞ് റെഡിയാക്കി ഓരെ സന്തോഷിപ്പിച്ചാൽ എപ്പോഴൊരു കഥ ഒരു 48 പ്രാവശ്യം അയച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ 50 പ്രാവശ്യം പ്രസിദ്ധീകരിക്കുള്ളൂ. ഇന്നിപ്പോ അതിന്റെ വല്ല ആവശ്യമുണ്ടോ? കാലം മാറില്ലേ? ഇപ്പൊ നമ്മുടെ കഥ ലോകം മുഴുവൻ എത്താൻ സെക്കൻഡുകളും മിനിറ്റുള്ള സെക്കൻഡുകളോ മതി. അങ്ങനെ ഒരു കാലത്ത് നമ്മള് വളരെ ചുരുങ്ങിയ വായനക്കാരും മാത്രം പരിഗണിക്കുന്ന മാസികകളുടെ പിന്നാലെ പോകേണ്ടതുണ്ട് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് അത്തരം മാധ്യമങ്ങളുടെ പുറകെ ഞാൻ പോകാറില്ല എന്നുള്ളതാണ്. ഞാൻ വായിക്കുന്നത്, എഴുതുന്നത് എന്റെ ചുറ്റുമുള്ളവർ ആദ്യം വായിക്കണം. ഞാൻ സത്യം പറഞ്ഞാൽ ഈ ഒരു ചടങ്ങ് എന്റെ അയൽപക്കക്കാരെ വിളിച്ചിരുത്തിയിട്ട് അവരെ ഇടയിൽ ചെയ്യണം എന്നാണ് വിചാരിച്ച. സന്ദർഭവശാൽ എനിക്ക് പറ്റിയില്ല. അപ്പൊ ഇവിടെ വെച്ച് കണ്ടിപ്പോ ഞങ്ങള് എനിക്ക് സ്നേഹപ്പെട്ടവരാണ് നിങ്ങളെല്ലാവരും. ഞാനൊരു കാര്യം പറയുമ്പോൾ എന്തായാലും ഓൻ വിളിച്ചാൽ പോണമെന്ന് വിചാരിച്ചും കൊണ്ട് വളരെ ആത്മാർത്ഥമായിട്ട് വന്നിട്ടുള്ള ആളുകളാണ് ഇവിടെ ഇരിക്കുന്ന 100% ആളുകളും. അപ്പൊ ആ ബോധ്യത്തിൽ നമുക്ക് അങ്ങനെ ഒരു ബോധ്യം ഉണ്ടാക്കിയെടുക്കാൻ കഴിയുക എന്നുള്ളത് നമ്മുടെ ഇടപെടൽ കൊണ്ടാണ്. അപ്പൊ ആ ഇടപെടല് അത്രമാത്രം ശക്തമാക്കുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിച്ചത്. അപ്പൊ ഞാനിപ്പോ ഇവിടെ നിൽക്കുന്നത് നമ്മൾ ഈ പരിപാടിയുടെ ഭാഗമായി ലോക വനിതാ ദിനത്തിൽ 2 വനിതകളെ നമ്മളിന്ന് അനുമോദിക്കുക. അപ്പൊ നമ്മൾ കൂടെയുള്ള നമ്മുടെ സൊസൈറ്റിയിലുള്ള ആണോ പെണ്ണോ കുട്ടിയോ വലിയ ആളോ ആരോട്ടെ അവര് ചെയ്യുന്ന കാര്യങ്ങൾ സമൂഹ നന്മക്കുള്ളതാണെങ്കിൽ, നേട്ടങ്ങളാണെങ്കിൽ അവരുടെ തോൾ തട്ടി ഒന്ന് അഭിനന്ദിക്കാനുള്ള ആ ഒരു ത്രാണി, ആ ഒരു താല്പര്യം ഉണ്ടാകുക എന്നുള്ളത് വലിയ പ്രധാനമാണ്. അതാണ് ഏറ്റവും കുറവ് എന്റെ അനുഭവത്തിൽ സംഭവിച്ചിട്ടുള്ളത്. പലരുടെ അനുഭവത്തിൽ ഓരോരുത്തർ
ശ്ലാഘനീയമായിട്ടുള്ള ഒരു വാഗ്ദാനം, ഇത് നന്നായി ചെയ്തത്, ഇനിയും ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്നുള്ള ഒരു അനുമോദനം കിട്ടാന്നുള്ള വലിയ പ്രയാസമുള്ള ഒരു കാലഘട്ടത്തിൽ ഇത്തരം നേട്ടങ്ങൾ ഉണ്ടാക്കിയ ആളുകൾ തീർച്ചയായും അനുമോദിക്കേണ്ടതുണ്ട് എന്നാണ് നമ്മൾ കാണുന്നത്. ആ അർത്ഥത്തിൽ നമ്മളിവിടെ 2 പേരെ അനുമോദിക്കുന്നുണ്ട്. ഒന്ന്, നമ്മുടെ ഈ പുസ്തകത്തിന്റെ കവർ പ്രകാശനം ചെയ്തത് നമ്മുടെ സ്മിത പ്രമോദ്. അവര് വലിയൊരു നേട്ടം ഉണ്ടാക്കിയിട്ടുണ്ട്. ആ നേട്ടം നേരത്തെ ഒരു സൗഹൃദ പ്രാസംഗികൻ പറഞ്ഞു. എന്നിരുന്നാൽ പോലും ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് അവർ കൊണ്ടുവരാം. ഒരു നിരന്തരമായിട്ടുള്ള വലിയ ഇടപെടൽ ശേഷി കൊണ്ട് പല കാര്യങ്ങളും ചെയ്തു തീർക്കാനാവും എന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന സ്മിത പ്രമോദിനെ എന്റെ പ്രിയ സുഹൃത്തായിട്ടുള്ള ഫാറൂഖ് പരിചയപ്പെടുത്തിയിട്ടാണ് ഞാൻ. നേരത്തെ ഒന്നും എനിക്ക് അറിയില്ല. ഇതുപോലെ ഒരുപാട് നമ്മളെ ആളുകൾ ഫറൂഖിലേക്ക് ഇനിയും കടന്നു വരാനുണ്ട്. അങ്ങനെ വലിയ വലിയ വ്യക്തികളെ നമ്മുടെ ഫറൂഖായിട്ട് പരിചയപ്പെടുത്തുക എന്നുള്ളതിന്റെ ഭാഗമായിട്ടാണ് സ്മിത പ്രമോദിനെ നമ്മളിവിടെ വിളിച്ചു വരുത്തിയിട്ടുള്ളത്. അവരിവിടെ വന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. അവരെ നമ്മൾ ഈ ചടങ്ങ്, ഈ പൗരാവലി കളിത്തട്ട് ഒന്ന് അനുമോദിക്കുകയാണ്. അപ്പൊ ആ അനുമോദിക്കാനുള്ള ഒരു കാര്യം ഞാൻ ഇവിടെ വായിക്കാം. സ്മിത പ്രമോദ് എഴുത്തുകാരിയാണ്, മനഃശാസ്ത്രജ്ഞയാണ്. ആത്മാ കൗൺസിലിംഗ് സെന്റർ എന്ന ഒരു സ്ഥാപനം നടത്തിക്കൊണ്ടിരിക്കുന്ന രാമപുരത്ത്. അതുപോലെ തന്നെ രാമപുരം ജെംസ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിന്റെ പ്രധാന വായനശാല മേൽനോട്ടക്കാരിയാണ്. ഞാൻ മലയാളത്തിലാക്കിയതാണ്, ചെറിയൊരു കാര്യം നടത്തിയത്. സുസ്ഥിരമായ സാമൂഹിക വികസനത്തിൽ ലൈബ്രറികളുടെ പങ്ക് എന്ന വിഷയത്തിൽ തൃശൂർ അമലാർ മെഡിക്കൽ കോളേജിൽ നടന്ന ICSSR ദേശീയ സെമിനാറിൽ അവതരിപ്പിച്ച കുടുംബശ്രീ അംഗങ്ങളിലൂടെ സാമൂഹിക ഉന്നമനം അക്കാദമിക ലൈബ്രറികളിലൂടെ എന്ന ഒരു പേപ്പർ, ഒരു മികച്ച അവതരണത്തിന് വേണ്ടി അവതരണം, അത് 67 പേപ്പർ ഉള്ളതിലുള്ള ഏറ്റവും മികച്ച അവതരണം എന്നുള്ള നിലയ്ക്ക് അവർക്ക് ഈ കുടുംബശ്രീ അവാർഡ്, അവര് ഇപ്പോൾ ചീഫ് ലൈബ്രറിയനാണ്. പിന്നെ ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു. അത്രയും വലിയൊരു നേട്ടം ഉണ്ടാക്കിയ അവർക്ക് ഈ തരുണത്തിൽ നമ്മൾ അവരുടെ അനുമോദനം അർപ്പിക്കുകയാണ്. ഈ അനുമോദിക്കുന്നതിന് വേണ്ടി നമ്മൾ ഡോക്ടർ PK ചന്ദ്രനാണ് അവർക്ക് ഉപകാരം നൽകുന്നത്. ചന്ദ്രൻ സാറിനെയും സ്വീകരിക്കുന്നതിന് വേണ്ടി സ്മിത പ്രമോദിനെയും ക്ഷണിക്കുന്നു. അടുത്തതായി നമ്മുടെ പ്രദേശത്തുള്ള ഒരു മിടുക്കി കുട്ടിയാണ്. ഫറൂഖിലെ പഴയകാല ഒരു കച്ചവടക്കാരനായിരുന്നു അർജുനേട്ടൻ. അർജുനേട്ടൻ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഒറ്റയൊരുക്കി പറഞ്ഞു പോയാൽ വരാം. നമ്മുടെ ദേശീയ പ്രസ്ഥാനമായിട്ട് ബന്ധപ്പെട്ട കമ്മ്യൂണിസ്റ്റ് പാർട്ടിന്റെ ആവിർഭാവ കാലഘട്ടത്തിൽ നമ്മുടെ ഫറൂഖിൽ പരിസര പ്രദേശങ്ങളുണ്ടായിട്ടുള്ള വലിയ സമരങ്ങളുടെ ഒരു മുന്നണിയിൽ നിന്ന് പ്രവർത്തിച്ചിട്ടുള്ള ആളായിരുന്നു രാരുക്കുട്ടി എന്ന ആൾ. അവിൽത്തൊടി രാരുക്കുട്ടി അദ്ദേഹത്തിന്റെ മകനായിരുന്നു അർജുനേട്ടൻ. അപ്പൊ അർജുനേട്ടനും ആ കാലത്തെ ചില പ്രവർത്തനങ്ങളിലൊക്കെ സജീവമായിട്ട് ചെറുപ്പകാലത്ത് പങ്കെടുത്തിട്ടുള്ള ഓർമ്മകളൊക്കെ ഞാനായിട്ട് പങ്കുവച്ചിട്ടുണ്ട്. ആ അർജുനേട്ടന്റെ മൂത്ത മകനാണ് അനൂപ്. അച്ഛൻ സ്വാഭാവികമായും കച്ചവടക്കാരനായതുകൊണ്ട്, വ്യാപാരി ആയതുകൊണ്ട് അനൂപ് വ്യാപാരിയായിട്ട് നമ്മുടെ ഫറൂഖിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന് 2 ചെറിയ മക്കളാണ്. ചെറിയ മക്കളെല്ലാം മുതിർന്ന മക്കളാണ്. ആ മക്കളിൽ മൂത്ത മോളാണ് ചൈത്ര. അപ്പോ ചൈത്ര ഒരുപാട് നേട്ടങ്ങൾ ഈ ചെറിയ പ്രായത്തിൽ തന്നെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് ഞാൻ ഇവിടെ ഒന്ന് വായിക്കുകയാണ്. ശാസ്ത്ര ഗവേഷണത്തിലും പരിശീലനത്തിലും തൽപരരായ ഡോക്ടറൽ വിദ്യാർത്ഥികൾക്കും യുവ ഗവേഷകർക്കുമായി രാജ്യാന്തര സഹകരണത്തോടെ യൂറോപ്യൻ യൂണിയൻ ഏർപ്പെടുത്തിയ 1.30 കോടി രൂപയുടെ മേരി സ്കഡോവിസ്ക ക്യൂറി ആക്ഷൻസ് MSCA ഫെലോഷിപ്പിന് ചൈത്ര അനൂപ് അർഹയായി. 2040 വർഷത്തോടെ ലോക ജനസംഖ്യ 30 ബില്യണായി ഉയരുന്ന സാഹചര്യം കണക്കിലെടുത്ത് സമൃദ്ധ പ്രോട്ടീൻ സ്രോതസ്സുകളായ പ്രാണികളുടെ ഉൽപാദനക്ഷമത മെച്ചപ്പെടുത്തി പരിസ്ഥിതി സൗഹൃദമായ പ്രോട്ടീൻ ഉൽപാദന മാർഗങ്ങൾ വികസിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രാണികളുടെ ജൈവഘടനയെയും വളർച്ചാക്രമത്തെയും സംബന്ധിച്ച് ഇൻസെക്ട് ക്രോണോബയോളജി പ്രോഗ്രാം
സമഗ്ര പഠനം നടത്തുന്ന യൂറോപ്പിലെ 17 ഇൻസ്ട്രക്ടർ ക്ലോക്ക് ഇനീഷ്യൽ ട്രെയിനിങ് എക്സ്പീരിയൻസ് ഡോക്ടറൽ പദവികളിൽ ഒന്നിലേക്കാണ് കോഴിക്കോട് തൊറവൂർ സ്വദേശിനിയായ ചൈത്ര അനൂപ് തിരഞ്ഞെടുക്കപ്പെട്ടത്. ജർമ്മനിയിലെ ജൂലിയസ് മാക്സിമിലിയൻ യൂണിവേഴ്സിറ്റി ഓഫ് വൂസ്ബർഗിന്റെ ഗ്രാജുവേറ്റ് ഓഫ് സ്കൂൾ ഓഫ് ലൈഫ് സയൻസ് ഡീൻ പ്രൊഫസർ ഡോക്ടർ ക്രിസ്ത്യൻ വാഗ്നറിന് കീഴിൽ ഡ്രോസോഫില ഇവിടെ വളർച്ചയുമായി ബന്ധപ്പെട്ട ന്യൂറോ എൻഡോക്രൈൻ പദങ്ങളുടെ വികസന സമയത്തിലും ശരീരഭാരത്തിലും ഫോട്ടോ പീരീഡിന്റെ സ്വാധീനം കണ്ടെത്തുക എന്നതാണ് ചൈത്ര അനൂപിന്റെ ഗവേഷണ ലക്ഷ്യം. മറ്റൊരു പ്രമുഖ ജർമ്മൻ ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയായ യൂണിവേഴ്സിറ്റി ഓഫ് മൻസ്റ്ററിലെ വിഖ്യാത ശാസ്ത്ര ഗവേഷകൻ പ്രൊഫസർ ഡോക്ടർ റാൽഫ് സ്റ്റീവൻസ്കിയും ഈ ഗവേഷണത്തിൽ സഹകരിക്കുന്നു. 2025 ഏപ്രിൽ 1 ആരംഭിക്കുന്ന ഗവേഷണ പദ്ധതിയുടെ കാലാവധി 3 വർഷമാണ്. ബ്ലാക്ക് സോൾജർ ഫ്ലൈകളിൽ നിന്നും എണ്ണയും പ്രോട്ടീനും ജൈവ വളങ്ങളും ഉൽപ്പാദിപ്പിക്കുന്ന ബൾഗേറിയൻ കമ്പനിയായ നസീകോമോയും ഈച്ചകളെ ഉപയോഗിച്ച് ജൈവ മാലിന്യങ്ങളിൽ നിന്നും പ്രോട്ടീൻ സമ്പന്നമായ കാലിത്തീറ്റ ഉൽപ്പാദിപ്പിക്കുന്ന നെതർലാൻഡ് കമ്പനിയായ എമസ്കയും ഗവേഷണത്തിന് പരിശീലന പിൻബലം നൽകുന്നു. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് മൊഹാലിയിൽ നിന്നും ബയോളജിയിൽ 5 വത്സര BS-MS മാസ്റ്റർ ബിരുദം നേടിയ ചൈത്ര അനൂപ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ റിസർച്ച് IISER, രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബയോടെക്നോളജി എന്നിവിടങ്ങളിൽ നിന്നാണ് ഇന്റേൺഷിപ്പുകൾ പൂർത്തീകരിച്ചത്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ബാംഗ്ലൂരിന്റെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡെവലപ്മെന്റ് ബയോളജി ആൻഡ് ജനറ്റിക് ചെയർ പ്രൊഫസർ ഡോക്ടർ ഉപേന്ദ്ര നോത്തോംബയുടെ മേൽനോട്ടത്തിൽ ഗവേഷകനായ ഡോക്ടർ അമർത്യ മുഖർജിയുമായി ചേർന്നാണ് ഡ്രോസോഫില സിഗ്നലിംഗ് പാത്വേയെ കുറിച്ചുള്ള മാസ്റ്റർ പ്രോജക്ട് പഠനം പൂർത്തീകരിച്ചത്. പ്രസിദ്ധ പ്രോജക്ട് റിവ്യൂ പേപ്പർ യൂറോപ്യൻ ശാസ്ത്ര ഗവേഷണ മാസികയായ ഫെഡറേഷൻ ഓഫ് യൂറോപ്യൻ ബയോകെമിക്കൽ സൊസൈറ്റീസ് ജേർണലിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. നിരവധി ശാസ്ത്ര സെമിനാറുകളെ സംബന്ധിച്ചിട്ടുള്ള ചൈത്ര അനൂപിന് 2024 ജൂൺ മാസത്തിൽ നടന്ന CISR NET പരീക്ഷയിൽ ഉയർന്ന റാങ്കോടെ ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പോ അസിസ്റ്റന്റ് പ്രൊഫസർ യോഗ്യതയും ലഭിച്ചിട്ടുണ്ട്. പറവക്ക് കുണ്ടായിത്തോട് സെന്റ് ഫ്രാൻസിസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, ബാലൻസ് വിദ്യാശ്രമം, ചേലേമ്പ്ര എന്നിവിടങ്ങളിൽ പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ചൈത്ര അനൂപ് പറവക്കിലെ കാവ്യാലയായ അനൂപിന്റെയും സജിനി PK എന്നിവരുടെയും മകളാണ്. കൊച്ചിൻ ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ സ്കൂൾ ഓഫ് ലീഗൽ സ്റ്റഡീസിൽ 5 വത്സര നിയമ വിദ്യാർത്ഥിയായിട്ടാണ് അദ്ദേഹത്തിന്റെ സഹോദരി നന്ദന അനൂപ് സഹോദരിയാണ്. ഇത്രയും കാര്യങ്ങളൊക്കെ അവരുടെ പ്രാഥമികമായിട്ടുള്ള നമുക്ക് പറയുന്ന ഒരു ബയോഡാറ്റ. ഈ കുട്ടിയെ നമ്മൾ അനുബോധിക്കാൻ സമയം കണ്ടെത്തിയിട്ടില്ലെങ്കിൽ ഭാവിയിൽ നമ്മളെ കുത്തി പിടിച്ച് നടത്തേണ്ടി വരും. ഈ കുട്ടി അത്രയും വലിയ ഉയരങ്ങളിലേക്ക് നമ്മളെ നാടിനെ പിടിച്ചു കൊണ്ടുപോകുന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് കുട്ടിയെ വളരെ അഭിമാനപൂർവ്വം നമ്മൾ ഈ ഇരിക്കുന്ന ആളുകളും നമ്മുടെ പ്രദേശത്തെ ജനങ്ങളും കുട്ടിയെ വളരെ അഭിമാനപൂർവ്വം അനുമോദിക്കുകയാണ്. അനുമോദിക്കുന്നത് നമ്മളുടെ ഈ ചടങ്ങിൽ മുഖ്യ ആയിട്ട് നമ്മൾ വിളിച്ചിട്ടുള്ള നമ്മുടെ സ്മിത പ്രമോദാണ്. അവരെയും ഈ അനുമോദനം സ്വീകരിക്കുന്നതിന് വേണ്ടി ഈ കുട്ടിയെയും വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്തു.